വീഡിയോസിൽ ഡിസ്കസ് ചെയ്തത് ഇൻകം ടാക്സിലെ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് അതുപോലെ തന്നെ പ്രൊഫഷണൽ ടാക്സിനെ കുറിച്ചുള്ള അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അതിൻ്റെ തിയറി പാർട്ടായിരുന്നു. ഇന്ന് നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എക്സാമിന് പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാനല്ലേ പ്രധാനമായിട്ട് വേണ്ടത്. അപ്പോൾ ആ പ്രോബ്ലം എങ്ങനെ നമുക്ക് എന്താണ് വർക്കൗട്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതിൽ പ്രൊഫഷണൽ ടാക്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അതുപോലെ തന്നെ എന്താണ് എൻ്റർടൈൻമെൻറ്റ് അലവൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഒറ്റ കണക്കിൽ നമുക്ക് ഇയാളൊരു ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ എങ്ങനെ കണക്ക് മാറും, പ്രൈവറ്റ് എംപ്ലോയി ആണെങ്കിൽ എങ്ങനെ കണക്ക് മാറും, ഇതന്നെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പ്രൊഫഷണൽ ടാക്സ് പെയ്ഡ് ബൈ എംപ്ലോയർ അല്ലെങ്കിൽ പ്രൊഫഷണൽ ടാക്സ് പെയ്ഡ് ബൈ എംപ്ലോയി, ഈ ഒരു 4 കാര്യങ്ങൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞ 4 കാര്യങ്ങൾ നമുക്ക് ഈ ഒരു കണക്കിലൂടെ എങ്ങനെ മാറി വരുന്നു എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് നമുക്ക് നോക്കാം. മിസ്റ്റർ സിൻഹ, പേരൊന്നും വലിയ കാര്യമില്ല, വർക്കിംഗ് അറ്റ് ചെന്നൈയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇത് നോക്കണം, നമുക്ക് പിന്നീടൊക്കെ ആവശ്യം വരും. ഇപ്പോൾ ഇതിലേക്കൊന്നും ആവശ്യമില്ല, പക്ഷേ പിന്നീട് ഫർദർ ട്രീറ്റ്മെൻറ്റിനൊക്കെ എന്താണ് ഇയാൾ എവിടെ വർക്ക് ചെയ്യുന്നു എന്നൊക്കെയുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഡ്രോയിങ് എ മന്ത്ലി സാലറി ഓഫ് ₹10,000. ഇയാൾ ഓരോ മാസവും 10,000 ഇയാൾക്ക് സാലറി കിട്ടുന്നത്. ഇതിനെയാണ് നമ്മൾ സാധാരണ ബേസിക് പേ എന്നൊക്കെ പറയാം. ഓക്കെ, BP. ദെൻ DA കിട്ടുന്നുണ്ട്. DA 2,000 പെർ മന്ത്, പ്രതിമാസം 2,000. DP ഡിയർനെസ് പേ, സാലറീൻ്റെ ഒപ്പം തന്നെ എക്സ്ട്രാ കിട്ടുന്ന മറ്റ് കാര്യങ്ങളാണ് DA DP എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അത് 10% ഓഫ് ബേസിക് പേ ആണ്, ഇതിൻ്റെ 10%. ദെൻ കമ്മീഷൻ ഓൺ എ ഫിക്സഡ് പെർസെൻറ്റേജ് ഓഫ് ടേൺ ഓവർ, അത് 2,000, അത് ഫോർ ദി ഹോൾ ഇയർ ആണ്, മുഴുവൻ വർഷത്തേക്കാണ് 2,000 രൂപയാണ് കമ്മീഷൻ കിട്ടുന്നത്. ഇയർ റിസീവ്ഡ്, ഇതാണ് നമ്മളെ സാധനം. എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഇയാൾ സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ എംപ്ലോയർ കൊടുക്കുന്നത് പ്രതിമാസം 1,000 ആണ് പെർ മന്ത്, അല്ലേ, 1,000 പെർ മന്ത്. ദെൻ ദി ലാസ്റ്റ് ഫിനാൻഷ്യൽ ഇയർ ₹1,000 പ്രൊഫഷണൽ ടാക്സ് പെയ്ഡ് ബൈ ഹിസ് എംപ്ലോയർ ഫോർ ഹിം. ഈ സിൻഹയ്ക്ക് വേണ്ടിയിട്ട് സിൻഹയുടെ എംപ്ലോയർ എന്ത് ചെയ്യാണ്, പ്രൊഫഷണൽ ടാക്സ് കൊടുക്കുക. അപ്പോൾ അത് ശ്രദ്ധിക്കണം, പെയ്ഡ് ബൈ എംപ്ലോയർ ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ. എന്നിട്ട് നമ്മളോട് പറയുന്നത് കാൽക്കുലേറ്റ് ഇൻകം ഫ്രം സാലറി ഓഫ് മിസ്റ്റർ സിൻഹ ഇൻ ദി ഫോളോയിങ് കേസസ്. ഒന്ന്, ഇഫ് ഹീസ് എ ഗവൺമെൻറ് എംപ്ലോയി, അതർവൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ കണക്കൊന്ന് വളരെ ഒന്ന് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു കണക്കൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ഗതിയിൽ എന്താണ് നമുക്ക് ഇതിൻ്റെ താഴെ തന്നെ സ്ഥലം ഉണ്ടല്ലേ, അവിടെ തന്നെ ചെയ്യാം. ഒരു ഹെഡിങ് ഒക്കെ എപ്പോഴും ഉള്ളത് നല്ലതാണ്. നമുക്ക് വേണമെങ്കിൽ കാൽക്കുലേഷൻ ഓഫ് ഇൻകം ഫ്രം സാലറി ഓഫ് മിസ്റ്റർ സിൻഹ ഫോർ ദി പ്രീവിയസ് ഇയർ 2019-20. പ്രീവിയസ് ഇയർ 19-20 ആണ്, അസസ്മെൻ്റ് ഇയർ 2021. അങ്ങനെ എപ്പോഴും ഒരു ഹെഡിങ് പ്രോപ്പറായിട്ടുള്ളത് നല്ലതാണ്, അത് മസ്റ്റാണ്. ഓക്കെ, സോ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമ്മൾ എന്താണ് ബേസിക് പേ എന്നാണ് 10,000 × 12 ആണ്, 12 ഒരു മാസത്തിനാണ്. അപ്പോൾ 12 ആകുമ്പോൾ 12,000 വരും. ദെൻ നമുക്ക് വേണമെങ്കിൽ DA കൊടുക്കാം, DP കൊടുക്കാം. DP കൊടുക്കാം, ഇത് അലവൻസിൽ വരുന്നില്ല, അത് നമുക്ക് വേറെ സെക്ഷനായിട്ട് വേണമെങ്കിൽ കൊടുക്കുന്നത് നല്ലതാണ്. ഒരു ഓർഡർ ഉണ്ടാവും. DP 10% ഓഫ് ബേസിക് പേ. അപ്പോൾ ഇതിൻ്റെ 10% എന്ന് പറഞ്ഞാൽ 12,000 ഇൻറ്റു ഇവിടെ 1,20,000 അല്ലേ, സോറി 1,20,000. 1,20,000 ഇൻറ്റു 10%, 12,000. അപ്പോൾ അത് കഴിഞ്ഞു. ദെൻ കമ്മീഷൻ, പെർസെൻറ്റേജ് ഓഫ് കമ്മീഷൻ എത്രയാണ്, 2,000. ഓക്കെ, ഇനി അലവൻസ് നമുക്ക് വേറെ സെപ്പറേറ്റ് ഹെഡായിട്ട് വേണമെങ്കിൽ കൊടുക്കാം. DA അല്ലേ, DA എന്ന് പറയുന്നത് എത്ര, 2,000 പെർ മന്ത്. അപ്പോൾ 2,000 ഇൻറ്റു 12, 2 പന്ത് 24,000. ദെൻ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് എന്തായാലും ഇവിടെ കാണിക്കണമല്ലോ. എൻ്റർടൈൻമെൻറ്റ് അലവൻസ് 1,000 പെർ മന്ത് ആണ്, സോ 12,000. ദെൻ ലാസ്റ്റ് ഫിനാൻഷ്യൽ ഇയർ ₹1,000 പ്രൊഫഷണൽ ടാക്സ് പെയ്ഡ് ബൈ ഹിസ് എംപ്ലോയർ. എംപ്ലോയറാണ് പ്രൊഫഷണൽ ടാക്സ് കൊടുക്കുന്നത്. എംപ്ലോയർ പ്രൊഫഷണൽ ടാക്സ് കൊടുക്കുമ്പോൾ എംപ്ലോയിനെ സംബന്ധിച്ച് അതൊരു ബെനിഫിറ്റാണ്, അത് ഇതിലേക്ക് വരും. പ്രൊഫഷണൽ ടാക്സ് പെയ്ഡ് ബൈ എംപ്ലോയർ എന്ന് എഴുതണം കേട്ടോ, ഞാൻ ചുരുക്കി എഴുതുന്നത്. എത്രയാണ് അത്
1000 into 12 എഴുതേണ്ട ആവശ്യമില്ല. ഫിനാൻഷ്യൽ ഇയറിൽ അവസാനം കൊടുക്കുന്ന സാധനം എന്താ പറയുന്നത്. അപ്പോൾ അത് എത്രയാണ് 1000 തന്നെ കൊടുക്കണം. ഇത്രയും കാര്യങ്ങൾ ഇതൊക്കെ പാടെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നതാണ് ഗ്രോസ് സാലറി. ഗ്രോസ് സാലറി 0 0 0 4 6 2 8 2 10 11 11 7 1,71,000 നമുക്ക് എന്ത് കിട്ടും? ഗ്രോസ് സാലറി കിട്ടും. ഇനി ഈ ഗ്രോസ് സാലറിയിൽ എന്തുണ്ട്? ലെസ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 16. അതിലൊന്നാമത്തെ ഡിഡക്ഷൻ സ്റ്റാൻഡേർഡ് ഡിഡക്ഷനാണ്. അത് എല്ലാവർക്കും കിട്ടും. ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ പ്രൈവറ്റ് എംപ്ലോയി ആണെങ്കിൽ മാക്സിമം എത്രയാണ്? 50,000. പിന്നെ രണ്ടാമത്തത് എന്താണ്? എൻ്റർടൈൻമെൻറ്റ് അലവൻസ്. ശ്രദ്ധിക്കുക, നമ്മൾ 2 കേസാണ് പറഞ്ഞത്. സപ്പോസ് ഇത് ഗവൺമെൻറ് എംപ്ലോയി ആണ് എന്ന് വിചാരിക്കുക. ഇഫ് ഈസ് ഗവൺമെൻറ് എംപ്ലോയി. ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ആൾക്ക് കിട്ടും. പ്രൈവറ്റ് എംപ്ലോയി ആണെങ്കിൽ ഇവിടെ ഒന്നും കിട്ടില്ല, നില്ലാണ്. ഓക്കെ, അപ്പോൾ ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ ഇയാൾക്ക് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് എത്ര നമുക്ക് കണ്ടുപിടിക്കാം, അതവിടെ നിൽക്കട്ടെ. പിന്നെ എന്ത് തന്നെയായാലും ഗവൺമെൻറ് ആയാലും പ്രൈവറ്റ് ആണെങ്കിലും എന്ത് കിട്ടും? പ്രൊഫഷണൽ ടാക്സ് ഉണ്ടാവും. നമ്മൾ പറഞ്ഞു പ്രൊഫഷണൽ ടാക്സ് എത്രയാണ്? ഇതാ 1000. ഇത്രയും സംഭവം കൂട്ടിയാൽ എന്നിട്ട് പഠിക്കേണ്ട ഇറക്കി എഴുതുക. ഓക്കെ, ഇവിടെ ഒരു സംഖ്യ വരും. നമുക്ക് ഇൻകം ഫ്രം സാലറി കിട്ടും. അപ്പോൾ നമുക്കിനി ഇതിൽ പ്രിപ്പയർ ചെയ്യാനുള്ള എന്താണ്? എൻ്റർടൈൻമെൻറ്റ് അലവൻസ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഇങ്ങനെ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് എങ്ങനെ കണ്ടുപിടിക്കുക ജസ്റ്റ്. അപ്പോൾ അതിന് സാധാരണഗതിയിൽ നമ്മളെന്താണ്, ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു നോട്ട് 1 നോട്ട് 2 എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കിയാൽ മതി. സപ്പോസ് നോട്ട് 1 കാൽക്കുലേഷൻ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് എങ്ങനെയാണ്? എൻ്റർടൈൻമെൻറ്റ് അലവൻസ് നമുക്കറിയാം. ഒന്നാമത്തത് 1/5 ഓഫ് സാലറി. 1/5 ഓഫ് സാലറി. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ എൻ്റർടൈൻമെൻറ്റ് അലവൻസിൽ സാലറി എന്ന് പറയുന്നത് ബേസിക് പേ മാത്രമാണ് എൻ്റർടൈൻമെൻറ്റ് അലവൻസിൽ എടുക്കുകയുള്ളൂ. ബേസിക് പേ ഉള്ളി, അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ ബേസിക് പേ എന്ന് പറയുന്നത് എത്രയാണ്? 1,20,000. 1,20,000 20% അല്ലെങ്കിൽ 1/5 ഭാഗം എത്രയാണ് നമ്മൾ നോക്കും. അപ്പോൾ അത് 24,000. രണ്ടാമത്തത് ആക്ച്വൽ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് റിസീവ്ഡ്. എത്രയാണ് എത്ര കിട്ടി നോക്കും. ഏതാണ് നമുക്കറിയാം. ഇതാ 12,000. ഇനി നമ്മളെ എത്രയാണ് മാക്സിമം നമുക്ക് കിട്ടുള്ളൂ എൻ്റർടൈൻമെൻറ്റ് അലവൻസ്? മാക്സിമം എമൗണ്ട് ലിമിറ്റഡ് ടു 5,000. അപ്പോൾ ഇതിൽ ഏറ്റവും കുറവ് ഏതാണ്? ഇതാണ് 5,000 ആണ് ഏറ്റവും കുറവ്. ആ 5,000 ആണ് ഇവിടെ എന്ത് കിട്ടുള്ളൂ? ഇയാൾക്ക് എക്സംഷൻ കിട്ടുള്ളൂ. അതിങ്ങോട്ട് എടുക്കും. അപ്പോൾ 50 5 55 1 56,000 56,000 ഇതിന്ന് കുറയ്ക്കും. അപ്പോൾ 1,71,000 മൈനസ് 56,000 എന്ന് പറഞ്ഞാൽ ബാക്കി 1,15,000. ഇതാണ് 1,60,000. സോ ഇതാണ് ഇയാളെ സാലറി എന്ന് പറയുന്നത്. ഇൻകം ഫ്രം സാലറി. ഇയാൾ ഗവൺമെൻറ് എംപ്ലോയി ആണ്. നമുക്ക് ഈ കണക്ക് തന്നെ നമുക്ക് എന്താണ്, ഇയാളൊരു പ്രൈവറ്റ് എംപ്ലോയി ആണ്. ഞാൻ ഈ ഭാഗം ജസ്റ്റ് ഒന്ന് വായിക്കണം കേട്ടോ. പ്രൈവറ്റ് എംപ്ലോയി. ഇവിടെ ജസ്റ്റ് നമ്മളൊരു മര്യാദ. നിങ്ങൾക്ക് ഹോസ്റ്റലിൽ ഏതെങ്കിലും ഒന്നേ ഉണ്ടാവുള്ളൂ, രണ്ടും കൂടി കാണാനുണ്ടാവില്ല. ഓക്കെ, നമ്മളൊരൊറ്റ കണക്കിന് സൗകര്യത്തിന് വേണ്ടി ചെയ്യാണ്. പ്രൈവറ്റ് എംപ്ലോയി ആണെങ്കിൽ എന്താണ്, ഇതിന് മാറ്റമല്ല. അതൊക്കെ അതേപോലെ തന്നെ കേട്ടോ. ഈ സാധനത്തിന് മാറ്റില്ല. 1,20,000. ഇവിടെ മാറ്റമല്ല 12,000. DP കമ്മീഷൻ മാറ്റമില്ല 2,000. അല്ലേ, എന്തെളുപ്പ. DA ഒരു മാറ്റമില്ല 24,000. ഏതാളാണെങ്കിൽ നമ്മളിവിടെ കൊടുക്കണം 12,000. ദെൻ പ്രൊഫഷണൽ ടാക്സ്
പെയ്ഡ് ബൈ എംപ്ലോയർ ആണ് നമുക്ക് കണക്കിൽ. പ്രൈവറ്റ് ഗവൺമെൻറ്റേ മാറിയിട്ടുള്ളൂ, മറ്റേ മാറിയില്ല. പെയ്ഡ് ബൈ എംപ്ലോയർ അല്ലേ, എംപ്ലോയി മാറിയിട്ടില്ല. പ്രൊഫഷണൽ ടാക്സ് 1000, ഒരു മാറ്റമില്ല. 1,71,000 നമുക്ക് എന്ത് കിട്ടും? ഗ്രോസ് സാലറി കിട്ടും. അതിന് ഡിഡക്ഷൻസ് എന്താണ്? ഡിഡക്ഷൻ നോക്കുക. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്താണ്? ഞാൻ ഇവിടെ ജസ്റ്റ് കാണിക്കുന്നുണ്ട്. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 ഇയാൾക്ക് കിട്ടും. ദെൻ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഉണ്ടാവുമോ? എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഇയാൾക്ക് കിട്ടൂല. കാരണം എന്താണ്? പ്രൈവറ്റ് എംപ്ലോയിക്ക് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഉണ്ടാവില്ല. എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഉണ്ടാവില്ല. പ്രൊഫഷണൽ ടാക്സ് ഉണ്ടാവും അല്ലേ? അത് പിന്നെ എങ്ങനെയായാലും ഉണ്ടാവും. അപ്പോൾ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 51,000. ഇവിടെ 56,000 പകരം ഇവിടെ 51,000 കുറയ്ക്കും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എത്ര ഉണ്ടാവും? 1,05,000 കൂടി 1,20,000. ഓക്കെ, സോ ഇങ്ങനെ കണക്ക് വരുമ്പോൾ എന്തുണ്ടാവും? ഇയാളുടെ സാലറി ഇൻകം എന്ന് പറയുന്നത് 1,20,000. അപ്പോൾ ഗവൺമെൻറ് എംപ്ലോയി ആകുമ്പോൾ 1,15,000. അത് പ്രൈവറ്റ് എംപ്ലോയി ആകുമ്പോൾ എന്താണ്? 1,20,000. അപ്പോൾ ഗവൺമെൻറ് എംപ്ലോയിക്കിന് സ്വാഭാവികമായിട്ട് എന്താണ്? കുറച്ച് എക്സംഷൻ കൂടുതൽ ഉണ്ടാവുമല്ലോ അല്ലേ? സോ ഇതാണ് ഒരു ഗവൺമെൻറ്റും പ്രൈവറ്റ് എംപ്ലോയിയും തമ്മിൽ എന്താണ്, എങ്ങനെയാണ് എൻ്റർടൈൻമെൻറ്റ് അലവൻസും അതുപോലെ തന്നെ പ്രൊഫഷണൽ ടാക്സിൻ്റെ ട്രീറ്റ്മെൻറ്റ് വലിയ മാറ്റമൊന്നുമില്ല, എങ്ങനെ വരിക എന്നുള്ളതാണ് ഈ കണക്ക് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു.